ഹലോ എവരിവൺ. നമ്മുടെ ലൈഫിൽ നമ്മളെ വേദനിപ്പിച്ച് ദ്രോഹിച്ച് പലതരം ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് പ്രതികരിക്കാൻ ശേഷിയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ, നമ്മൾ ശക്തരല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിനുള്ളത് അവന് തിരിച്ചു കിട്ടാതിരിക്കില്ല, പ്രകൃതി അവന് തിരിച്ചു കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ദൈവം എൻ്റെ കണ്ണുനീര് കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത, തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ആശ്വസിക്കും. ഇത് ശരിക്കും അവിടെ ശിക്ഷ കിട്ടുന്നുണ്ടോ, അവന് ആ കർമ്മഫലം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഹലോ ജോബിഷ്. അപ്പം ഞാൻ പറഞ്ഞ ഈ സൈക്കോളജി, ഈ ചിന്തയ്ക്ക് ഒരു പേരുണ്ട്, ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ്. അപ്പോൾ എന്താണ് ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ, അതിന് മുമ്പ് കോഗ്നിറ്റീവ് ബയസ് എന്താണെന്ന് നമുക്കറിയണം. കോഗ്നിറ്റീവ് ബയസ് സിമ്പിളാണ്. നമുക്കൊരു പക്ഷപാതം ഉണ്ടാവും. ഏതൊരു പ്രവൃത്തി എടുത്താലും അല്ലെങ്കിൽ ഏതൊരു കാര്യം എടുത്താലും നമ്മൾ ആ കാര്യത്തിൻ്റെ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഫീഡായിരിക്കും. അത് പലതരത്തിലുണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഈ പക്ഷപാതത്തിൽ ഒരു കാറ്റഗറിയാണ് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്. ഈ ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തസിസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് പലതരം ആൾക്കാരുണ്ട്. അതായത് ആൾക്കാരെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ശാരീരികവും മാനസികമായിട്ട് ഓരോരുത്തർ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരാരും തന്നെ ശിക്ഷയൊന്നും ലഭിക്കാതെ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മളാരും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, അവർക്കൊരു പ്രശ്നമില്ലല്ലോ, അല്ലെങ്കിൽ ഇവർ യാതൊരു കുഴപ്പമില്ലാതെ നടക്കണ്ടല്ലോ, ഇതെന്താ അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ സമയത്ത് നമ്മൾ മനസ്സിൽ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മനസ്സ് കളിക്കുന്നൊരു കളിയാണത്. അതായത് മനസ്സ് പറയും നിങ്ങളോട്, അവന് ജീവിതത്തിൽ അവൻ ചെയ്ത കാര്യത്തിന് തിരിച്ചു കിട്ടാതിരിക്കില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോകത്ത് ഈ പ്രകൃതിക്കൊരു നിയമമുണ്ടെന്നും എല്ലാവരും തുല്യരാണ്, അതായത് എല്ലാവരും നീതിയിൽ തുല്യരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വിശ്വാസം എങ്ങനെ വന്നു എന്ന് നമ്മൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എവല്യൂഷൻ പരിശോധിക്കാം. അത് നമ്മുടെ DNA, നമ്മുടെ പൂർവികരായ ആൾക്കാർ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പായിട്ടാണ്. എന്തിനാ അങ്ങനെ താമസിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയ്ക്ക് മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഭക്ഷണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഷെൽട്ടർ അതായത് വീടൊക്കെ ഒരുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മനുഷ്യൻ കൂട്ടമായിട്ട് താമസിക്കും. കൂട്ടമായിട്ട് താമസിക്കുമ്പോൾ എന്താ ഗുണം? മനുഷ്യന് ബുദ്ധി കൂടുതലാണ്. അപ്പോൾ സംരക്ഷിക്കാൻ, അതായത് ഇൻഡിവിജ്വലായിട്ട് താമസിക്കുന്ന പകരം ഗ്രൂപ്പായിട്ട് താമസിച്ചാൽ നമ്മൾ സംരക്ഷണ വലയത്തിലാണ്. ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഗ്രൂപ്പിൽ നമ്മൾ താമസിക്കണമെങ്കിൽ ആ ഓരോരോ ഗ്രൂപ്പിൽ ഒരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ പാലിച്ചേ പറ്റൂ. നമ്മൾ സ്വാർത്ഥത കാണിച്ചാലോ, അതായത് ഒരു ഇര കിട്ടിയിട്ട് നമ്മൾ ഭക്ഷണം സ്വാർത്ഥത കാണിച്ചാലോ, നമ്മൾ ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ദ്രോഹിച്ചാലോ സ്പോട്ടിൽ നമ്മൾ പുറത്താക്കും. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ഫീഡായത് കാരണം DNA വഴി കൈമാറി നമുക്ക് എത്തി. അതുകൊണ്ടാണ് നമ്മളിൽ പലരും ഒരു പരിധി വരെയെങ്കിലും നിയമങ്ങൾ പാലിക്കുന്നത്. ഇനി ഇതിന് ഞാനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്റ്റ് ആവും. അതായത് നമ്മുടെ ജോലി സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടോക്സിക് മാനേജർ എന്ന് വിചാരിക്കുക. അതായത് സ്റ്റാഫുകൾ ലീവ് കൊടുക്കില്ല, ദ്രോഹിക്കുക, കണ്ണിലേക്ക് ചീത്ത പറയുക, ആകെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മാനേജറാണ്. ഈ സമയത്ത് നമുക്കവിടെ പ്രതികരിക്കാൻ ശേഷിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തര അല്ലാത്ത കൊണ്ടല്ല, നമ്മുടെ ജീവിത സാഹചര്യം കാരണം നമ്മൾ ആ ജോലി സ്ഥലത്ത് ലോക്കഡാണ്. പക്ഷേ ഇതൊക്കെ ചെയ്ത ഈ മാനേജർ ഒരു തരത്തിലും അയാൾക്ക് നമ്മൾ ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇയാൾ ഇത്രയും ദ്രോഹിച്ചിട്ട് ഇയാൾക്കൊന്നും കിട്ടുന്നില്ല, ഇയാൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, ഇയാളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു, കമ്പനി ഇയാൾ വിലമതിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും, ഇത് ഇങ്ങനെയൊന്നും ഇല്ലേ, അതായത് ശിക്ഷയൊന്നും കിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ശിക്ഷ കിട്ടുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ ഫിസിക്കലായിട്ടല്ല. നമ്മളെ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്നിട്ട് അയാൾ ടോക്സിക്കായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അയാളുടെ മേലുള്ള വിശ്വാസവും അയാളോടുള്ള സപ്പോർട്ടും അയാൾ നഷ്ടപ്പെടും. അതായത് നമ്മൾ സ്റ്റാഫെന്ന നിലയിൽ അയാളോടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ അയാളോടുള്ള ബഹുമാനവും നമ്മളിൽ നിന്ന് വിച്ഛേദിക്കും. അങ്ങനെ വിച്ഛേദിക്കുമ്പോൾ അയാളൊരു പ്രശ്നത്തിൽ പെട്ടുപോകുമ്പോൾ അയാൾ ഒറ്റപ്പെടും. ആ പ്രശ്നത്തിൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അയാളോട് വിരോധമുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്താകുമ്പോൾ അയാൾ റിഗ്രറ്റ് അടിക്കും. അപ്പോഴാണ് അയാൾ കുറ്റബോധം തോന്നുന്നത്, ഞാനിങ്ങനെ പെരുമാറിയതുകൊണ്ടാണ് സ്റ്റാഫിനോട് തിരിച്ചിങ്ങനെ ചെയ്യുന്നത്. അതേ കുറ്റബോധം അയാളുടെ ജീവിതാവസാനം വരെ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഈ കാര്യം ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലായതിന് ശേഷം പുറത്തെവിടെയും പോയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കും, ഞാനിതിങ്ങനെ അവരോട് പെരുമാറിയതുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടുന്നത്. അങ്ങനെ സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും അയാളുടെ ഏറ്റവും വലിയ ശിക്ഷ. ഇതിപ്പോൾ ഈ മാനേജർ മാത്രം എടുക്കണ്ട, നമ്മുടെ ജീവിതത്തിൽ പലതരം ആൾക്കാരുണ്ട്. ബിസിനസ്സിൽ നമ്മൾ ചതിച്ച ആൾക്കാരുണ്ടാവും, പ്രേമനൈരേഷൻ ഉണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വിട്ടുപോയ ആൾക്കാരുണ്ടാവും, ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മളെ ദ്രോഹിച്ച ആൾക്കാരുണ്ടാവും. അപ്പോഴൊക്കെ രണ്ട് തരത്തിലുണ്ട്. ഒന്നിൽ നമുക്ക് പ്രതികരിക്കാൻ ശക്തരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ആൾക്കാരെ നമ്മുടെ സർക്കിളിൽ നിന്ന് തട്ടിക്കളയാൻ ശക്തരായിരിക്കണം.
ഈ തള്ളിക്കളയെന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല, ഭയങ്കരമായിട്ട് ധൈര്യവും മനക്കെട്ടി വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ വേറെ ആൾക്കാരെ ദ്രോഹിക്കാതെ, വേറെ ആൾക്കാരെ വിഷമിപ്പിക്കാത്ത നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള പേഴ്സണൽ സന്തോഷങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.